നമസ്കാരം. ഇന്ന് നമ്മുടെ നാട്ടിൽ വർണ്ണാശ്രമം നിലനിൽക്കുന്നില്ല, ജാതി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ വർണ്ണാശ്രമവും ജാതിയും രണ്ടാണ്. വർണ്ണത്തിൻ്റെ മറവിൽ ജാതിയെ പ്രതിഷ്ഠിക്കരുതെന്ന് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. ചില വ്യക്തികൾ സമൂഹത്തിൽ നിരന്തരമായിട്ട് സനാതനധർമ്മത്തെ വർണ്ണത്തിൻ്റെ പേരിൽ, വർണ്ണാശ്രമത്തിൻ്റെ പേരിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ ഇറക്കുന്നത് നിരന്തരമായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വർണ്ണാശ്രമം? വർണ്ണാശ്രമത്തിൻ്റെ അടിത്തറ ജാതിയല്ല. ഇവരൊക്കെ ആരോപിക്കുന്നത് വർണ്ണാശ്രമം ഭഗവാൻ ശ്രീകൃഷ്ണൻ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ തന്നെ ഉണ്ടാക്കിയ വ്യവസ്ഥയാണെന്ന്. പക്ഷെ പിന്നീടുള്ള വരികൾ നമ്മൾ വിസ്മരിക്കുകയാണ്. എന്താണ് വർണ്ണാശ്രമത്തിൻ്റെ അടിത്തറ? അവിടെ പറയുന്നുണ്ട് ഗുണത്തെ അടിസ്ഥാനമാക്കിയാണ്. ഗുണത്തെ അടിസ്ഥാനമാക്കിയുള്ള വിഭജനം ശാസ്ത്രീയമാണ്. അത് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. എല്ലാ മതങ്ങളിലും എല്ലായിടത്തും ചില വിഭജനങ്ങളുണ്ട്. ഭാരതത്തിലുണ്ടായിരുന്ന വർണ്ണാശ്രമത്തിൻ്റെ വിഭജനത്തിൻ്റെ അടിത്തറ ജന്മമായിരുന്നില്ല, അവിടെ ഗുണങ്ങളായിരുന്നു. വിവേകാനന്ദ സ്വാമികൾ പറയാറുണ്ട്, ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു അടിത്തറ വർണ്ണാശ്രമത്തിനുണ്ടെന്ന്. അവൻ ജാതിയെ ശക്തമായിട്ട് എതിർത്തിരുന്ന ആളാണ്. ജാതിക്കെതിരെ ഇത്രയും ശക്തമായ പ്രചരണം നടത്തിയ മറ്റൊരു ആധ്യാത്മിക ആചാര്യൻ ഇല്ലെന്ന് പറയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ജാതിയല്ല വർണ്ണം. വർണ്ണം ഒരു ശാസ്ത്രീയമായ വിഭജനമാണെന്നാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. എന്താണത്? ഒന്ന്, ഇന്റലക്ച്വൽ ക്ലാസ്, ചിന്തിക്കുന്ന ഒരു സമൂഹം, അവരെന്നും ഒരു ന്യൂനപക്ഷമായിരിക്കും. ആ സമൂഹമാണ് രാഷ്ട്രത്തിനെ നയിക്കേണ്ടത്. ബുദ്ധിയുള്ളവൻ, ചിന്തിക്കുന്നവൻ, അതാണ് ബ്രാഹ്മണൻ. അല്ലാതെ പൂണൂലിട്ടവൻ അർത്ഥത്തിലല്ല സനാതനധർമ്മം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. രണ്ടാമത് ആരാണ്? ക്ഷത്രിയൻ. ഒരു രാഷ്ട്രത്തിന് ബൗദ്ധിക ശക്തി മാത്രം പോരാ. ആ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യാൻ, ആപത്തുകളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ ഒരു കായിക ശക്തി ആവശ്യമാണ്. ഏതൊരു രാഷ്ട്രത്തിനും ആവശ്യമാണ്. ഇന്നത് പട്ടാളവും പോലീസും എന്നൊക്കെ പറയുന്ന ഒരു കായിക ശക്തി. ആ കായിക ശക്തിയാണ് ക്ഷത്രിയൻ. ഒന്നിൽ സത്വഗുണം ഏറെ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തേതിൽ സത്വഗുണവും രജോ ഗുണവും ഒരേപോലെ നിൽക്കുന്നുണ്ട്. ശാസ്ത്ര തേജസ്സും വേണം, ബുദ്ധിയും വേണം. മൂന്നാമത്തത് എന്താണ്? ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ബുദ്ധിപരമായ ഒരു നേതൃത്വം വേണം, ഒരു കായിക ശക്തിയുള്ള ഒരു സംഘം വേണം. പിന്നത് വേണ്ടത് കൃഷിയും കച്ചവടവും വ്യവസായവുമാണ്. കൃഷിയും കച്ചവടവും എന്ന് പ്രാചീന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത് വ്യവസായം കൂടി ചേർത്ത് കൃഷിയും കച്ചവടവും വ്യവസായവുമാണ്. അതാരാണ് നടത്തുന്നത്, സംഘടിപ്പിക്കുന്നത്? അത് വൈശ്യനാണ്. അപ്പൊ സാമാന്യമായ ബുദ്ധിയുടെ പ്രാവീണ്യവും കായിക പ്രാവീണ്യവും വേണ്ട. അപ്പം അങ്ങനെയുള്ള ഒരു തലത്തിൽ കച്ചവടവും കൃഷിയും ചെയ്യുന്നവനാണ് ഒരു രാഷ്ട്രത്തിൻ്റെ, സമൂഹത്തിൻ്റെ സാമ്പത്തിക അടിത്തറ. ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്തരത്തിൽ ഒരു ശക്തിയാണ്. അവരാണ് വൈശ്യൻ. ഇത് മൂന്നും മതിയോ? പോരാ. പിന്നെന്ത് വേണം? ഒരു
കായിക ശക്തി, അധ്വാനിക്കുന്നൊരു ശക്തി വേണം. അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഉന്നതമായ ഒരു ബൗദ്ധിക പാരമ്പര്യമോ അതുപോലെ രാഷ്ട്രത്തെ രക്ഷിക്കാൻ വേണ്ട ഒരു കായബലമോ വേണ്ട. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അവൻ കായിക ശക്തി മാത്രം ഒന്ന് നിൽക്കുന്നതാണ്, പണിയെടുക്കുക മാത്രം. ആ ശക്തിയാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. സ്വാമിജി പറയാറുണ്ടായിരുന്നു, ഒരു കാലത്ത് ലോകത്തെ ഭരിച്ചിരുന്നത് അറിവായിരുന്നു, ബുദ്ധിയായിരുന്നു, ബ്രാഹ്മണൻ. പിന്നെന്തായി? പിന്നെ ക്ഷത്രിയനായി, കായിക ശക്തിയായി. ശക്തിയുള്ളവൻ രാജ്യത്തെ ഭരിക്കുന്ന അവസ്ഥ വന്നു. അത് മാറി. വ്യവസായം, സമ്പത്താണ് ലോകത്തെ നയിക്കുന്നത്. നമ്മൾ മുതലാളിത്ത രാഷ്ട്രങ്ങൾ എന്നൊക്കെ പറയുന്നില്ലേ, സാമ്പത്തിക ശക്തിയാണ് ലോകത്തെ നയിക്കുന്നത്. അതായത് സ്വാമി പറയാറുണ്ട്, വൈശ്യനാണ് നയിക്കുന്നത്. അന്ന് സ്വാമി പറഞ്ഞിരുന്നു, ഇനി വരാൻ പോകുന്നത് ശൂദ്രന്റെ യുഗമാണ് എന്ന് വെച്ചാൽ ജാതിശൂദ്രൻ എന്നുള്ള അർത്ഥത്തിലല്ല സ്വാമി പറഞ്ഞത്. ഇനി വരുന്നത് ജനങ്ങളുടെ ഭരണമാണ്, അധ്വാനിക്കുന്നവന്റെ ഭരണമാണ്, ജനങ്ങളുടെ ഭരണമാണ്. കാര്യം അത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ മെജോറിറ്റിക്കാണ് പ്രാധാന്യം. അവിടെ വരുന്നത് ശൂദ്രന്റെ ഭരണമാണ്. സ്വാമി പറയാറുണ്ട്. അതുമല്ല, വർണ്ണാശ്രമം നിലനിന്നൊരു കാലത്ത് നമ്മൾ വേദങ്ങളിലെ ഋഷിമാരുടെയൊക്കെ കഥ നോക്കിയാൽ ഋഷിമാരൊന്നും ബ്രാഹ്മണരായിരുന്നില്ല. എല്ലാ സമുദായങ്ങളിൽ നിന്നും, എല്ലാ വർണ്ണാശ്രമത്തിന്റെ എല്ലാ ശ്രേണികളിൽ നിന്നും ഉയർന്ന തലത്തിലേക്ക് ആളുകൾ എത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാം. മഹാഭാരതത്തിൽ ഏറ്റവും അധികം എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തി വിദുരര് ശൂദ്രനായിരുന്നല്ലോ. അപ്പൊ നമ്മള് ഇതിനെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളത് ഇന്നും വർണ്ണാശ്രമമാണ്, ഇന്നും ബ്രാഹ്മണ മേധാവിത്വമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുള്ള ധാരാളം വീഡിയോകൾ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ധാരാളം വീഡിയോകൾ നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് പുറത്തിറങ്ങുന്നത് കാണാം. അവരൊക്കെ പറയുന്നത് എന്താണ്? ഇന്ന് കേരളത്തിൽ നടക്കുന്നത്, ആ കേരളത്തെ ഉദ്ദേശിച്ചാണ് കൂടുതലും പറയുന്നത്. ഇന്ന് കേരളത്തിൽ നടക്കുന്നത് എന്താണ്? ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ബ്രാഹ്മണാധിപത്യമാണ്. കേരളത്തിൽ നടക്കുന്നത് സവർണാധിപത്യമാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ ഇതൊക്കെ പറഞ്ഞ ആളുകളെ, ചിന്തിക്കാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ എവിടെയാണ് ജാതിയാധിപത്യം നടക്കുന്നത്? എവിടെയാണ് ബ്രാഹ്മണനാധിപത്യം ഉള്ളത്? എവിടെയാണ് സവർണനാധിപത്യം ഉള്ളത്? ഇവിടെ ജനാധിപത്യമാണ്. എല്ലാവർക്കും പഠിക്കാനും ഉയരാനും ഏറ്റവും ഉന്നതമായ പദവികളിൽ എത്തിച്ചേരാനും ഉള്ള ഒരു വ്യവസ്ഥയാണെന്നുള്ളത്. ആ വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രപതിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും വരെയുള്ള സ്ഥാനങ്ങൾ നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു മേധാവിത്വവും നമ്മുടെ സമൂഹത്തിൽ ഒരു ജാതിയുടെ നടക്കുന്നില്ല. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, സനാതനധർമ്മത്തെ അവഹേളിച്ചുകൊണ്ട് ഹിന്ദു സമുദായത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണെന്ന് വ്യക്തം. കാര്യം ഇങ്ങനെ പ്രസംഗിക്കുന്ന നിരന്തരമായിട്ട് സനാതനധർമ്മത്തെ ആക്രമിക്കുന്ന ഈ വ്യക്തികൾ ചിലരെല്ലാം മറ്റു മതങ്ങളെപ്പറ്റി ഗ്രന്ഥങ്ങൾ എഴുതുകയും അവിടെയൊക്കെ നടക്കുന്നത് പുരോഗമനപരമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വ്യക്തമാകും. ഇവരൊക്കെ ആരുടെയൊക്കെ കയ്യിലെ ചട്ടുകങ്ങളാണ്. എന്തിനാണ്? സനാതനധർമ്മത്തെ തകർക്കാനുള്ള ചട്ടുകങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അടുത്ത കാലത്ത് ഒരു മഹാന്റെ തുടർച്ചയായിട്ട് അദ്ദേഹം നടത്തുന്ന പ്രഭാഷണങ്ങളിൽ ഒരിടത്ത് ഞാൻ കേട്ടു, രാമായണം ഇപ്പൊ അദ്ദേഹം ഈ കർക്കിടക മാസത്തിൽ നിരന്തരമായിട്ട് ആക്രമിക്കുന്നത് രാമായണത്തെയാണ്.
രാമായണത്തെ പറ്റി അദ്ദേഹം പറഞ്ഞുകൊണ്ട് രാമായണത്തിൽ നടക്കുന്നൊരു സവർണ മേധാവിത്വമാണ് എന്നിങ്ങനെ ചില സംഭവങ്ങൾ എടുത്ത് അദ്ദേഹം വിസ്തരിക്കുകയാണ്. അതിലൊന്നാണ് ഗുഹന്റെ കഥ. ശ്രീരാമൻ വനവാസത്തിന് പുറപ്പെടുമ്പോൾ ഗുഹന്റെ അടുത്തെത്തുമ്പോൾ ഗുഹൻ സ്വീകരിക്കുന്നു, കടത്തുന്നു. ഗുഹൻ ഒരു നിഷാദ രാജാവാണ്, കാട്ടു ജാതിക്കാരനാണ്. ചിലയിടത്ത് മത്സ്യം പിടുത്തമെന്നും പറയുന്നുണ്ട്. അപ്പൊ അവര് തമ്മിലുള്ള കൂടിക്കാഴ്ച എങ്ങനെയാണ്? ശ്രീരാമനെ കാണുമ്പോൾ അവരെ ഓടി വന്ന് ചെയ്യുന്നത് പരസ്പര ആലിംഗനമാണ്, തൊട്ടുകൂടായ്മയല്ല. പരസ്പരം ആലിംഗനം ചെയ്താണ് അവര് ശ്രീരാമൻ ഗുഹനെ സ്വീകരിക്കുന്നത്. അപ്പൊ അവര് തമ്മിൽ അവിടെ നമ്മൾ കാണുന്നത് തുല്യതയാണ്. സുഹൃത്തെ എന്നാണ് വിളിക്കുന്നത് പരസ്പരം. പക്ഷേ ഈ നമ്മുടെ വിമർശനം നടത്തുന്ന വിദ്വാൻ പറഞ്ഞത് അദ്ദേഹം ഗുഹൻ കൊടുത്ത ഭക്ഷണം കഴിച്ചില്ല, അത് ജാതീയതയാണ്, അത് സവർണത, ബ്രാഹ്മണ്യ പൗരോഹിത്യം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. വാസ്തവത്തിൽ എന്താണ് ഭക്ഷണം കൊടുത്തപ്പോൾ എന്താണ് ശ്രീരാമൻ പറയുന്നത്? ഞാൻ അന്യദത്തമായിട്ട്, ഞാനിപ്പോ ബ്രഹ്മചാരിയാണ്, താപസനാണ്, വനത്തിൽ കിട്ടുന്ന കിഴങ്ങുകളോ പഴങ്ങളോ അല്ലെങ്കിൽ അവിടുന്ന് കിട്ടാവുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ സ്വന്തമായിട്ട് ആ വനത്തിൽ ജീവിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ വേറൊരാളുടെ, നിഷാദന്മാരുടെ ആണെങ്കിലും രാജാവാണ്, വേറൊരാളുടെ ആതിഥ്യം ഞാൻ സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. അവിടെ ജാതിയല്ല, അവർ തമ്മിൽ സൗഹാർദ്ദമുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്? എൻ്റെ കൂടെയുള്ള ധാരാളം കുതിരകളും ആനകളുമുണ്ട്. അങ്ങക്ക് ദശരഥ രാജാവും പ്രിയപ്പെട്ടതാണല്ലോ, ദശരഥൻ്റെയും കൂടി സുഹൃത്താണ്. ഇവിടെ അവയ്ക്ക് ആഹാരം കൊടുക്കുക, അതുകൊണ്ട് ദശരഥ രാജാവും തൃപ്തനാകും എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ താൻ ഭക്ഷണം കഴിക്കാത്തത് ജാതി കൊണ്ടല്ല, ഭക്ഷണം കഴിക്കാത്തത് അന്യദത്തമായിട്ട് താൻ ഇന്നു മുതൽ താൻ വനത്തിൽ താപസനെ പോലെ കഴിയുന്ന ഒരാള് വേറൊരാളെ ആശ്രയിച്ച് ഭക്ഷണം കഴിക്കില്ല എന്നാണ് പറയുന്നത്. ആ സംഭവത്തെയാണ് ഇവിടെ തൊട്ടുകൂടായ്മയും ജാതിയുമായിട്ട് ഈ വ്യക്തി വിസ്തരിച്ചിരിക്കുന്നത്. നമുക്ക് ഇനിയും രാമൻ പോകുമ്പോൾ കാണാമല്ലോ രാമനും ശബരിയുമായിട്ടുള്ള ബന്ധം. ശബരിയും നിഷാദ കാട്ടുവംശക്കാരിയായിരുന്നല്ലോ. ഇത്ര കാലം ശബരി രാമനെ കാത്തിരുന്നു. രാമൻ ശബരിക്ക് മോക്ഷം നൽകുകയാണ് ചെയ്തത്. രാമൻ അതിനുവേണ്ടിയാണ് രാമനെ കാത്തിരുന്നത്. അവിടെ ഉന്നതമായ ഒരു മുക്തി എന്നുള്ള പദവി ലഭിക്കുന്നതിനൊന്നും ജാതി തടസ്സമായിരുന്നില്ല. രാമൻ പിന്നീട് ഒരിടത്ത് രാമായണത്തിൽ പറയുന്നുണ്ട്, മുക്തിക്ക് വേണ്ടത് ജാതിയും അത്തരം വ്യത്യാസങ്ങളും ഒന്നും മുക്തിക്ക് തടസ്സമാകുന്നില്ല. മുക്തിക്ക് വേണ്ടത് എന്താണ്? ചിത്തശുദ്ധിയും ഭക്തിയുമാണെന്ന് പറയുന്നുണ്ട്. ഇനി പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്താണെങ്കിലും മറ്റു ജീവജാലങ്ങളോടും ജടായുവിനോടുള്ള സ്നേഹം, അതേപോലെ തന്നെ വാനരന്മാരായിട്ടുള്ള ഹനുമാനോടും സുഗ്രീവനുമുള്ള സ്നേഹം, അവിടെയൊക്കെ സമത്വഭാവത്തിലാണ്. ഹനുമാനോടും സുഗ്രീവനോടും ഒക്കെ പെരുമാറുന്നത് സമത്വഭാവത്തിലാണ്. അപ്പൊ രാമൻ എല്ലാവരോടും സമത്വഭാവത്തിലാണ് പെരുമാറിയിട്ടുള്ളത്. അത് ഉന്നതനും താഴ്ന്നവനും എന്നുള്ള വ്യത്യാസം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതുപോലെ ഒരു കഷണം മാത്രം എടുത്തുകൊണ്ട് രാമൻ ഗുഹന്റെ ഭക്ഷണം കഴിക്കില്ല, അത് ജാതിയാണെന്ന് പറയുന്നത് ഉള്ളിൽ ജാതിയും ജാതി വിദ്വേഷവും മാത്രം വെച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില വ്യക്തികളാണ്. അവർക്ക് നമ്മൾ കാണുന്നത്ര ലളിതമായിട്ടുള്ള ഒരു ഉദ്ദേശത്തിലൂടെയല്ല അവർ പറയുന്നതെന്ന് തീർച്ച.
ഇവര് പറയുന്ന മറ്റൊരു കാര്യം പറയുന്നുണ്ട്, പൂജാരി തൊടാൻ വയ്യ, അത് ജാതിയാണെന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന ഒരാള് കുറെ കാലം പൂജാരിയായിട്ടിരുന്ന ആളാണ്, ആദ്യം പൂജാരിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് പൂജ എന്താണെന്നും പൂജയുടെ തത്വവും അറിയാമെങ്കിൽ അധികം ഇങ്ങനെ പറയില്ല. ഇതിപ്പോ പറഞ്ഞാൽ ആളുകളുടെ കയ്യടി കിട്ടും. പൂജാരി തൊടുന്നില്ല, ക്ഷേത്രത്തിൽ വരുന്നതിന് തൊടുന്നില്ല. അത് പൂജാരി ആരെയും തൊടില്ല. ഒരു ബ്രാഹ്മണനായിട്ടുള്ള പൂജാരി അയാളുടെ മകനോ വീട്ടിൽ നിന്ന് ഒരാളോ ആണെന്നോ തൊടില്ല. അബ്രാഹ്മണനായിട്ടുള്ള പൂജാരി പൂജ നടക്കാൻ പൂജയ്ക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ അയാൾ പൂജ എന്ന ചുമതല ഒഴിയുന്നത് വരെ ഏത് ജാതിക്കാരനായാലും പൂജ നടത്തുന്ന ആൾ മറ്റുള്ളവരെ തൊടുകയില്ല മറ്റുള്ളവരെ. അതിൻ്റെ നമുക്ക് ഈ പറയുന്ന ആളുകൾക്ക് എന്തെങ്കിലും പൂജ നടത്തിയതിന്റെ തത്വം അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു. പൂജക്ക് നടക്കുന്നത് എന്താണ്? ഒരു പൂജകൻ തൻ്റെ ശരീരത്തെ, ഒരു സാധകനായിരിക്കണം പൂജകൻ. ആ സാധകൻ തൻ്റെ ശരീരത്തെ സാധന കൊണ്ട്, ജപധ്യാനങ്ങൾ കൊണ്ട്, മന്ത്രന്യാസങ്ങൾ കൊണ്ട് തൻ്റെ ശരീരത്തെ ആദ്യം ഒരു ഈശ്വരീയ തലത്തിലേക്ക് ഉയർത്തുകയാണ്. അപ്പൊ ഒരു സാധകന്റെ ശരീരം മന്ത്രസ്പന്ദങ്ങൾ കൊണ്ട്, തൻ്റെ സാധനകൾ കൊണ്ട് ഒരു ഉയർന്ന ആധ്യാത്മിക അവസ്ഥയിലാണ്. ആ അവസ്ഥയിലാണ് അയാൾ പൂജ നടത്തുന്നത്. പൂജയുടെ തത്വം തന്നെ പൂജാരി തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന, കുണ്ടലിനി ഉറങ്ങിക്കിടക്കുന്ന ആ പ്രപഞ്ച മഹാശക്തിയെ 6 ആധാരങ്ങളിൽ കൂടി ഉണർത്തി ഹൃദയപത്മത്തിന്റെ സ്ഥാനത്തെത്തുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തെയാണ് ദേവനിലേക്ക് പകരുന്നത്. അത്തരം ഒരു പ്രക്രിയ ചെയ്യുന്ന അവസ്ഥയിൽ ആ പൂജ നടത്തുന്ന ആൾ മറ്റുള്ളവരെ തൊടാൻ വയ്യ എന്ന് പറയുന്നത് ജാതിയല്ല. ചന്ദനം ഇട്ടുകൊടുക്കുന്നതൊക്കെ ജാതിയല്ല. ഏത് ജാതിക്കാരൻ പുരോഹിതനായാലും അയാൾ അനുഷ്ഠിക്കേണ്ടത് അങ്ങനെയാണ്. പക്ഷെ ഇതൊന്നും അറിയാത്ത നമ്മുടെ സാധാരണ വ്യക്തികളെ ഇത് പറഞ്ഞ് ഇത് ജാതിയാണ്, അത് ജാതിയാണ്, ശ്രീരാമൻ തൊട്ടില്ല, ഇങ്ങനെ നാട്ടിൽ ഇന്നില്ലാത്തതായ ഒരു ജാതിയുടെ പേരിലുള്ള ഭിന്നത ഒരാളും ഒരു ജാതിയുടെ പേരിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നില്ല. ഇവര് മനുഷ്യന്റെ മനസ്സിൽ വിദ്വേഷം ജനിപ്പിക്കുകയാണ്, പരസ്പരം വിദ്വേഷം ജനിപ്പിക്കുകയാണ്. ഇവർ ചോദിക്കുന്നൊരു കാര്യം, ശബരിമല പൂജാരി ആക്കിയില്ലല്ലോ, പൂജാരി ആക്കണം. ആ മാറ്റം വന്നുകൊണ്ടിരിക്കുകയല്ലേ ഈ നാട്ടിൽ. 1986 മാധവജിയുടെ പാലിയം വിളംബരം ആചാര്യന്മാരും സന്യാസിമാരും തന്ത്രിമാരും എല്ലാവരും കൂടിയിരുന്ന് നടത്തിയ ഒരു വിളംബരമുണ്ട്. എല്ലാവർക്കും ക്ഷേത്രത്തിൽ പൂജ നടത്താനുള്ള അധികാരമുണ്ടെന്നുള്ള പ്രഖ്യാപനമായിരുന്നു പാലിയം വിളംബരം. കാലം കുറെ കഴിഞ്ഞിട്ടാണെങ്കിലും ആ പാലിയം വിളംബരം നടപ്പായിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ തിരുവിതാംകൂറിലും കൊച്ചിയിലും ദേവസ്വം ബോർഡുകൾ, ആ ദേവസ്വം ബോർഡുകളാണല്ലോ ക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ ദേവസ്വം ബോർഡുകളിലെ ശാന്തി നിയമനം, കഴിഞ്ഞ തവണ നടന്ന ശാന്തി നിയമനം എടുത്തു നോക്കിയാൽ അതിൽ ഭൂരിഭാഗവും ബ്രാഹ്മണരല്ല, നായരുമല്ല. നായന്മാർ പിന്നെ ഈ ജോലിക്ക് വരുന്നില്ല. നല്ലവണ്ണം സാധകന്മാരായ പൂജാരിമാര് ധാരാളം മറ്റു സമൂഹങ്ങളിൽ നിന്ന് ഉണ്ടായി വരുന്നുണ്ട്. അത്തരം ആളുകളാണ് നിരവധി ക്ഷേത്രങ്ങളിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും ദേവസ്വം ബോർഡുകളിൽ നിയമിക്കപ്പെട്ടിട്ടുള്ളത്. പ്രാദേശികമായിട്ട് ആദ്യം ചില ചെറിയ എതിർപ്പുകൾ ഉണ്ടായെങ്കിലും ഇന്നത് കേരളത്തിലെ ഹിന്ദു ജനത സ്വീകരിച്ചു കഴിഞ്ഞു. ക്ഷേത്രങ്ങളിലെ മറ്റ് പ്രവൃത്തികൾ, പൂജ മാത്രമല്ല മറ്റ് പ്രവൃത്തികൾ, അടിയന്തിരം, വാദ്യം, മാലകെട്ട്, ഇതിലൊന്നും ഇപ്പോൾ ജാതി നോക്കാറില്ല. എല്ലാ ജാതിക്കാരും ക്ഷേത്രങ്ങളിൽ മാലകെട്ടിലുണ്ട്. അതായത് വാര്യരുടെ വാരസ്യാർ ആ ജോലി ചെയ്യുന്നുണ്ട്.
വാദ്യങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ജാതിക്കാരുമുണ്ട്. അങ്ങനെ ആ മാറ്റം പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റം പൂർണ്ണമാകാൻ അതിന് അതിൻ്റെതായ സമയമെടുക്കും. ഈ മാറ്റത്തെ ഹിന്ദു സമാജം ഉൾക്കൊണ്ടു കഴിഞ്ഞു. ചില സ്ഥലങ്ങളിൽ ചില ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് അവരുടെ ഒരു പാരമ്പര്യ കുലവൃത്തിയായിട്ട് ചില അവകാശങ്ങളുണ്ട്. അത് നിൽക്കുന്ന ഇപ്പോൾ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ ചില കുടുംബങ്ങൾക്ക് അവകാശം ഉണ്ടായിരുന്നു. ഇപ്പോൾ മുണ്ടമ്പള്ളി കുടുംബത്തിന്റെ അവകാശമായിരുന്നു അവിടുത്തെ കഴകം കൊട്ട് എന്ന് പറയുന്നത്. പക്ഷെ അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ആ പ്രവൃത്തി ചെയ്യണം. അത് നൂറ്റാണ്ടുകളായിട്ട് അവര് ചെയ്തു വന്ന പ്രവൃത്തിയാണ്. പക്ഷെ ഇപ്പൊ അത് അവസാനിച്ചു. അങ്ങനെയാണ് ആ കുടുംബങ്ങളിൽ ഇത് ചെയ്യാൻ ആളില്ലാതെ വന്നു. ആളില്ലാതെ വന്നപ്പോൾ അവർ ഒഴിഞ്ഞു കൊടുത്തു. ഈ സ്ഥാനം ഞങ്ങൾക്ക് വേണ്ട, പകരമായി ഇപ്പൊ ഇരിക്കുന്ന ആളുകൾക്ക്, ആ കുടുംബത്തിൽ നിന്ന് ഇപ്പൊ ഇരിക്കുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കും. മുമ്പ് അവർക്ക് പെൻഷൻ ഇല്ല. അങ്ങനെ പെൻഷൻ സമ്പ്രദായം സ്വീകരിച്ചുകൊണ്ട് അവരെ ഒഴിഞ്ഞു കൊടുത്തപ്പോൾ എല്ലാ ജാതിക്കാർക്കും അവിടെ ഏത് പ്രവൃത്തിയും ചെയ്യാം. പക്ഷെ ചില നിയമങ്ങൾ ചില ക്ഷേത്രങ്ങളിലുണ്ട്. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലാണെങ്കിൽ ഇപ്പൊ തുളു ബ്രാഹ്മണർക്ക് മാത്രമാണ്. നമ്പൂതിരിമാരിൽ എത്ര യോഗ്യനായാലും ശരി അവർക്ക് അവകാശമില്ല. ഇത് രാജാവിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ്. എല്ലാ സമ്പ്രദായങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സമൂഹത്തിൽ മാറ്റം, സാവധാന മാറ്റം ഉണ്ടാവുന്നത്. പാലിയം വിളംബരത്തിന് ശേഷം ആ ആശയം കേരള സമൂഹം സ്വീകരിച്ചു. എല്ലാ ജാതികളിലും പെട്ടിട്ടുള്ള പൂജ ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് ഒരേപോലെ അംഗീകാരമുണ്ട്. ഇന്ന് കേരളത്തിൽ നമ്പൂതിരിമാരെ അതുപോലെയുള്ള ആ ഒരു പാരമ്പര്യ പ്രവൃത്തി ചെയ്യുന്ന ഉന്നത കുടുംബസ്ഥരായ വ്യക്തികളെ പോലെ തന്നെ ഡോക്ടർ കാരുമാത്ര വിജയനും മറ്റു പലരുമുണ്ട്. ഒരു കാർത്തികൻ തന്ത്രി, പറവൂർ ശ്രീതന്ത്രിയുടെ മക്കള്, ഇവരൊക്കെ അവരുടെ ഒരു തലമുറ, പുതിയൊരു തലമുറ പൂജാതി കാര്യങ്ങള്, താന്ത്രിക കാര്യങ്ങള് ഭംഗിയായിട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവര് സമൂഹത്തിലെ ക്ഷേത്രകാര്യങ്ങളിൽ നേതൃത്വത്തിന്റെ നിരയിലേക്ക് എത്തിച്ചേരും. എൻ്റെ പുത്രിയുടെ വിവാഹം നടത്തിയതും ഈ വിജയൻ, ഡോക്ടർ കാരുമാത്ര വിജയന്റെ നേതൃത്വത്തിലാണ്. ഗൃഹപ്രവേശം നടത്തിയ പൂജയും അദ്ദേഹമാണ് നടത്തിയത്. അതുപോലെയുള്ള ആളുകൾക്ക് സമൂഹത്തിൽ സ്വീകാര്യരായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു മാറ്റം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ഇവിടെ ബ്രാഹ്മണ മേധാവിത്വമാണ്, സവർണ മേധാവിത്വമാണെന്നുള്ള വിദ്വേഷ പ്രചരണങ്ങൾ, എതിർക്കുക എന്നുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഹിന്ദു സമാജത്തെ പരസ്പരം ഭിന്നിപ്പിക്കാനും തകർക്കാനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവരുടെ ഗൂഢമായ ലക്ഷ്യത്തെ നമ്മൾ മനസ്സിലാക്കണം. സനാതനധർമ്മത്തില് ജാതി എന്നത് ഒരു അനാചാരമാണ്. മഹാത്മാഗാന്ധി, അതിനു മുമ്പ് വിവേകാനന്ദനെ പോലത്തെ ആചാര്യന്മാരും മഹാത്മാഗാന്ധിയെ പോലത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഒക്കെ ജാതിയെ എതിർത്തിട്ടുണ്ട്. പക്ഷെ വർണ്ണമല്ല ജാതി. വർണ്ണം എന്ന് പറയുന്നത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ അതിൻ്റെ അടിത്തറ ഒരിക്കലും ജന്മമായിരുന്നില്ല. മതവും ജാതിയും ഒന്നല്ല. ജാതിയിൽ ഏറ്റവും താഴ്ന്നതെന്ന് കരുതപ്പെട്ടു വന്ന ജാതികൾക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ വരെ എത്താനുള്ളതായ സംരക്ഷണം ഇന്ന് ഇന്ത്യയിൽ ലഭിക്കുന്നുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അവർ ഉയർന്നു വരുന്നുണ്ട്. അതിനോട് ഒരു സവർണജാതിക്കാരും വിദ്വേഷം പ്രകടിപ്പിക്കാറുമില്ല. പക്ഷെ ഇത്തരം ചില കൽപ്പനകക്ഷികൾ നിരന്തരമായിട്ട് ഇവിടെ ബ്രാഹ്മണ മേധാവിത്വമാണ്, സവർണ മേധാവിത്വമാണെന്നുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നത് അടിസ്ഥാനമില്ലാത്ത ഒന്നാണെന്നും
ഹിന്ദുമതത്തിൽ സമത്വം വേദാന്തം തന്നെ സമത്വമാണ്. എല്ലാവരിലും കുടികൊള്ളുന്നത് ഒരേ ഈശ്വരനാണെന്നുള്ള ഭാവം തന്നെ സമത്വമാണ്. ആ സമത്വത്തിൽ അധിഷ്ഠിതമാണെന്നും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾക്ക് അതിൻ്റെതായ സമയമെടുക്കും. ആ സമയബന്ധിതമായിട്ട് ഹിന്ദു സമൂഹം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ള ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ചില ഔദാര്യങ്ങൾ വാങ്ങിക്കൊണ്ട് അവരാണ് കേമം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുമതത്തെ ആക്രമിക്കാൻ ഉള്ള ഈ പ്രവണതകളെ നമ്മൾ മനസ്സിലാക്കണമെന്ന് ഉള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ചെറിയ ചില വാക്കുകൾ പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം.